2 കൊരിന്ത്യർ അധ്യായം 2. വേദനയുളവാക്കുന്ന മറ്റൊരു സന്ദർശനത്തിനായി നിങ്ങളുടെ അടുക്കൽ വരരുതെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചാൽ ഞാൻ വേദനിപ്പിച്ച നിങ്ങൾ തന്നെയല്ലാതെ എന്നെ ആശ്വസിപ്പിക്കാൻ മറ്റാരാണുള്ളത്? എന്നെ സന്തോഷിപ്പിക്കേണ്ടവർ നിമിത്തം ഞാൻ ദുഃഖിതനായി തീരാതിരിക്കേണ്ടതിനാണ് ഞാൻ അപ്രകാരം നിങ്ങൾക്ക് എഴുതിയത്. എന്റെ സന്തോഷം നിങ്ങളുടെ എല്ലാം സന്തോഷം തന്നെയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മഹാദുഃഖത്തോടും ഹൃദയവ്യഥയോടും വളരെ കണ്ണുനീരോടും കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. അത് നിങ്ങളെ ദുഃഖിപ്പിക്കുവാനല്ല, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്ര ആഴമേറിയത് എന്ന് നിങ്ങൾ ഗ്രഹിക്കേണ്ടതിനാണ്. ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചുവെങ്കിൽ അവൻ എന്നെയല്ല, അതിശയോക്തി കൂടാതെ പറഞ്ഞാൽ ഒരളവ് വരെ നിങ്ങളെ എല്ലാവരെയുമാണ് ദുഃഖിപ്പിച്ചിരിക്കുന്നത്. ഭൂരിപക്ഷം പേർ അവന് നൽകിക്കഴിഞ്ഞ ശിക്ഷ ധാരാളം മതി. ഇനി അവൻ അതിരറ്റ ദുഃഖത്തിൽ ആണ്ടുപോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയുമാണ് വേണ്ടത്. ആകയാൽ അവനോടുള്ള സ്നേഹം നിങ്ങൾ ഉറപ്പിച്ചു കൊടുക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. ഞാൻ നിങ്ങൾക്ക് എഴുതിയത് തന്നെ നിങ്ങൾ എല്ലാറ്റിലും അനുസരണം പാലിക്കുമോ എന്ന് പരീക്ഷിക്കേണ്ടതിനായിരുന്നു. നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. ഞാൻ വല്ലതും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ക്ഷമിച്ചിരിക്കുന്നത്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. നാം അവന്റെ തന്ത്രങ്ങൾ അറിയാത്തവരല്ലോ. ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുവാൻ ഞാൻ ത്രോവാസിലെത്തിയപ്പോൾ കർത്താവ് എനിക്ക് ഒരു വാതിൽ തുറന്നു തന്നു. എന്നാൽ എന്റെ സഹോദരനായ തീത്തോസിനെ അവിടെ കാണാഞ്ഞതുകൊണ്ട് എനിക്ക് ഉള്ളിൽ സ്വസ്ഥതയുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മാസിഡോണിയയിലേക്ക് പോയി. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയും ഞങ്ങളിലൂടെ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ പരിമളം എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെയും നശിക്കുന്നവരുടെയും ഇടയിൽ ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവേശുവിന്റെ പരിമളമാകുന്നു. നശിച്ചു പോകുന്നവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള ഗന്ധം, രക്ഷിക്കപ്പെടുന്നവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യം. എന്നാൽ ഇതിന് ആരാണ് പ്രാപ്തൻ? പലരും ചെയ്യുന്നത് പോലെ ഞങ്ങൾ ദൈവവചനത്തെ ഒരു വാണിഭമാക്കുന്നില്ല. മറിച്ച് ദൈവത്താൽ അയക്കപ്പെട്ടവർ എന്ന നിലയ്ക്ക് ഞങ്ങൾ ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ ക്രിസ്തുവിൽ സംസാരിക്കുന്നു.